നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. പൈപ്പ് ലൈനുകൾ മാറ്റുമ്പോഴും പ്ലാന്റുകളുടെ പ്രവർത്തനം നിർത്തുമ്പോഴും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ പേരിലും ജലവിതരണം നിർത്തുമ്പോൾ അല്ലെങ്കിൽ പൈപ്പ് പൊട്ടി പോകുമ്പോൾ അങ്ങനെ എപ്പോൾ ജലവിതരണം നിർത്തുമ്പോഴായാലും അതിന് ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ ശുദ്ധജല വിതരണം നിർത്തിവെക്കുന്നത് തെമ്മാടിത്തരമാണ്. ആ തെമ്മാടിത്തരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എത്ര പറഞ്ഞാലും പരാതിപ്പെട്ടാലും ചൂടായിട്ടും പരിഭവിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. ശങ്കരൻ പിന്നെയും തെങ്ങേല. ഇത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ കുടിവെള്ളത്തിന്റെ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു 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 മടുത്തു. മനുഷ്യന്റെ കുടിവെള്ളം പോലും മുട്ടിക്കുന്ന ജനകീയ സർക്കാരാണിത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത്, അതായത് സെക്രട്ടേറിയറ്റിൽ പോലും കുടിവെള്ളം മുട്ടി. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്രയും പിടിപ്പുകെട്ട ഒരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എങ്ങനെ പറയാതിരിക്കും? മുഖ്യമന്ത്രി ആയാലും സഖാക്കളുടെ ആയാലും ഗീർവാണങ്ങൾക്കൊരു കുറവുമില്ല. തിരുവനന്തപുരം നഗരത്തിൽ 3 ദിവസമായി ശുദ്ധജലക്ഷാമത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ല. 3 ദിവസമായി വെള്ളം മുടങ്ങിയിട്ട്. ഇന്ന് പുലർച്ചെ ഭാഗികമായി പമ്പിംഗ് തുടങ്ങിയെങ്കിലും വാൽവിൽ ലീക്ക് കണ്ടതോടെ അത് നിർത്തിവെച്ചു. പൈപ്പിടൽ ജോലി പൂർത്തിയായിട്ടില്ല. ഇതോടെ ജനം ഇന്നും കടുത്ത ബുദ്ധിമുട്ടിലാകുമെന്ന് ഉറപ്പായി. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇന്നലത്തെ ഉറപ്പ്. അത് അവസാനം കുറുപ്പിന്റെ ഉറപ്പായി. കുടിവെള്ളമില്ലാത്തതിനാൽ പലയിടത്തും ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നിലവിലെ 500 mm 700 mm പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതിനായി നിർത്തിവെച്ച പമ്പിംഗ് ഇന്നലെ ഭാഗികമായി പുനരാരംഭിച്ചുവെങ്കിലും പിന്നീട് അത് നിർത്തിവെച്ചു. പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട പണി നടക്കുന്നതിനാൽ അരുവിക്കരയിലെ 74 MLD 75 MLD പ്ലാന്റുകളിൽ അവിടെ നിന്നുള്ള ജലവിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്തിവെച്ചിരുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെ 75 MLD പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങി. ഇന്നലെ രാവിലെ 9 മണിയോടെ 74 MLD പ്ലാന്റിൽ നിന്നുള്ള ജലവിതരണം കൂടി ആരംഭിച്ചുവെങ്കിലും ഉച്ചയ്ക്ക് 1 മണിയോടെ ജലവിതരണം നിർത്തിവെച്ചു. വിതരണ പൈപ്പ് ഇടയ്ക്ക് വെച്ച് അടച്ച ശേഷമാണ് പമ്പിംഗ് ആരംഭിച്ചത്. ഈ പൈപ്പിൽ മർദ്ദം ഉണ്ടാകുന്നത് കൊണ്ടാണ് പമ്പിംഗ് നിർത്തിയത്. വെള്ളയമ്പലം വരെയുള്ള താഴ്ന്ന ചില പ്രദേശങ്ങളിൽ ഭാഗികമായി വെള്ളം കിട്ടിയെങ്കിലും പമ്പിംഗ് നിർത്തിയതോടെ അതും മുടങ്ങി. അറ്റകുറ്റപ്പണി നീളുന്നതിനാൽ 33 വാർഡുകളിൽ, തിരുവനന്തപുരം നഗരസഭയുടെ 33 വാർഡുകളിൽ പൂർണ്ണമായും 11 വാർഡുകളിൽ ഭാഗികമായി ശുദ്ധജല വിതരണം മുടങ്ങി. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ടാങ്കറുകളിൽ ഓരോ ലോഡ് വെള്ളം വീതം വാർഡുകളിൽ എത്തിച്ചുവെങ്കിലും അത് തികയാതെ വന്നതോടെ, അതെവിടെ തികയാതെ വന്നതോടെ ജനങ്ങൾ വലിയ കടുത്ത പ്രതിഷേധത്തിലാണ്. പൂന്തറ വാർഡിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്കറിൽ വെള്ളം എത്തിച്ച് ജലവിതരണം നടത്തി. അവരത്രയെങ്കിലും ചെയ്തു. വെള്ളം കിട്ടാതായതോടെ കുപ്പിവെള്ള വിൽപ്പനയാണെങ്കിൽ പൊടി പൊടിച്ചു. അതും 20 ലിറ്റർ വെള്ളമുള്ള ക്യാന് 70 രൂപയ്ക്കാണ് ഇന്നലെ വിറ്റത്. വിപണിയിൽ ഇതിന് 60 രൂപയെ വിലയുള്ളൂ. അവിടെയും കത്തിയാണ്. വേകുമ്പോഴെല്ലാം വാഴ വെട്ടാൻ പറ്റും. മിക്ക വീടുകളിലും ഒന്നിലധികം ക്യാനുകളാണ് ഇന്നലെ വാങ്ങിയത്. ഇന്നും ക്യാനുകൾ വാങ്ങാൻ ക്യൂ ആണ്. വണ്ടികളിൽ എത്തിച്ചായിരുന്നു അവരുടെ വിൽപ്പന, കച്ചവടക്കാരുടെ വിൽപ്പന. അതിനിടെ ജല അതോറിറ്റിയും സ്മാർട്ട് സിറ്റിയും റോഡ് ഫണ്ട് ബോർഡും പരസ്പരം പഴിചാരി പ്രശ്നം സങ്കീർണമാക്കി. ഇതൊക്കെ നോക്കുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യേണ്ട MLA-മാരൊക്കെ എവിടെ പോയി? ജെട്ടി ആന്റണി രാജുവാണ് സിറ്റിയിലെ ഒരു MLA. കടകംപള്ളിയും VK പ്രശാന്തും മന്ത്രി ശിവൻകുട്ടിയുമാണ് മറ്റുള്ളവർ. ഇവരൊക്കെ വനവാസത്തിന് പോയോ? നാണമില്ലേ കൈയും കെട്ടി നോക്കി നിൽക്കാൻ? ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുമെന്നാണ് സഖാക്കൾ പോലും പറയുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാം. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, കാത്തിരുന്ന് കാണാമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്.